കുറച്ചുകാലം ഗസയിൽ യുദ്ധം, അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിലും ആംസ്റ്റർഡാമിലും സിംഗപ്പൂരിലും ബാങ്കോക്കിലും പട്ടായയിലുമെല്ലാം ആഘോഷം. ഇസ്രായേൽ സൈനികരുടെ യുദ്ധകാല ഹോബിയാണിത്. എന്നാൽ ഒരു സംഘടന കാരണം ഇസ്രായേൽ സൈനികർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അഥവാ HRF ആണ് ആ സംഘം. ഗസയിൽ ഇസ്രായേൽ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തിയ ഹിന്ദ് റജബ് എന്ന 5 വയസ്സുകാരിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഇറങ്ങിയവരാണ് അവർ. ഇസ്രായേൽ സൈനികർ ലോകത്ത് എവിടെ കറങ്ങാൻ പോയാലും അവർക്ക് പിന്നാലെ HRFും ഉണ്ടാകും. കേസും കോളുമായി പിന്നാലെ കൂടും. ബ്രസീൽ, അർജന്റീന, ചിലി, തായ്ലൻഡ്, സ്വീഡൻ, ശ്രീലങ്ക, ബെൽജിയം, സ്പെയിൻ, ഇറ്റലി, ജർമ്മനി, നെതർലൻഡ്സ്, ബ്രിട്ടൻ ഇവിടങ്ങളിലെല്ലാം ഫൗണ്ടേഷന്റെ നിയമ നടപടികളുണ്ടായി. പല സൈനികർക്കും ഇസ്രായേൽ നേതാക്കൾക്കും രാജ്യം വിട്ടോടേണ്ടി വന്നു. ഏറ്റവും ഒടുവിലിതാ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്നും അത്തരമൊരു വാർത്ത വരുന്നു. ഗസ ഓപ്പറേഷനിൽ പങ്കാളിയായ ഒരു സൈനികനെതിരായാണ് പെറു ഭരണകൂടം നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ പരാതിയിൽ തന്നെയാണ് പെറു പോലീസ് IDF അംഗത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. HRFിനു വേണ്ടി പെറുവിലെ പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ ജൂലിയോ സീസർ അർബിസ് ഗോൺസാലസ് ആണ് കോടതിയിൽ ഹർജി നൽകിയത്. സൈനികന്റെ പേരുവിവരങ്ങൾ HRFും അധികൃതരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൽ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് സോൾജിയറാണ് നിയമ നടപടി നേരിടുന്ന സൈനികൻ. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഗസ ഓപ്പറേഷനിൽ സുപ്രധാനമായ റോൾ വഹിച്ചയാളാണ് ഇയാൾ. സിവിലിയൻ അധിവാസ മേഖലകളെ കൃത്യതയോടെ തകർക്കാനായി സൈന്യത്തിന് സഹായം നൽകിയ സംഘത്തിലായിരുന്നു ഇയാൾ പ്രവർത്തിച്ചിരുന്നത്. വിഷ്വൽ ഓഡിയോ തെളിവുകളടക്കം പരാതിക്കാരനായ ജൂലിയോ സീസർ ഗോൺസാലസ് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഗസയിലെ ഒരു പാർപ്പിട സമുച്ചയം തകർക്കാനായി സ്ഫോടക വസ്തു സ്ഥാപിക്കുന്ന ഇയാളുടെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അയാൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷപൂർവ്വം ആ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. യുദ്ധക്കുറ്റങ്ങളിലും വംശഹത്യയിലും സൈനികന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇവയെന്നാണ് HRF ചൂണ്ടിക്കാട്ടുന്നത്. നടപടി നേരിടുന്ന സൈനികൻ ഇപ്പോൾ പെറുവിലുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരം വിവരങ്ങൾ പുറത്തു വന്നാൽ ഇസ്രായേൽ ഭരണകൂടം ഇടപെട്ട് അയാളെ രക്ഷിക്കാൻ ഇടയുണ്ട് എന്നാണ് HRF അറിയിക്കുന്നത്. അയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാതിരുന്നതും അതേ ലക്ഷ്യത്തോടെയാണെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ബ്രസീൽ, ബെൽജിയം, നെതർലൻഡ്സ് എന്നിവിടങ്ങളിലെല്ലാം IDF അംഗങ്ങൾക്കെതിരെ കേസ് നടപടികളും അന്വേഷണവും നടന്നപ്പോൾ ഇസ്രായേൽ ഇടപെട്ടിരുന്നു. എംബസിയുടെ ഇടപെടലിൽ സൈനികരെ എല്ലാം വേഗത്തിൽ പുറത്തെത്തിക്കുകയായിരുന്നു അവർ ചെയ്തത്. പെറു ഭരണകൂടത്തിന്റെ ഇടപെടലിനെ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അഭിനന്ദിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാനുഷിക ക്രിമിനൽ നിയമ തത്വങ്ങളോടുള്ള പെറുവിന്റെ ഉറച്ച നിലപാടാണത്. കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ തങ്ങളുടെ രാജ്യാതിർത്തിക്കുള്ളിലെത്തിയാൽ കേവല അംഗീകാരം എന്നതിനപ്പുറം അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പാക്കുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണെന്നും HRF വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. വിദേശത്ത് കറങ്ങുന്ന സൈനികർക്കെതിരെ കേവലം പ്രതീകാത്മകമായ നിയമ നടപടികളല്ല HRF നടത്തുന്നത്. ശക്തമായ നിയമ പ്രത്യാഘാതങ്ങൾ തന്നെ അവർ നേരിടേണ്ടി വരുന്ന തരത്തിൽ ഫൗണ്ടേഷന്റെ നിയമ പോരാട്ടം ശക്തമാണ്. കുറ്റകൃത്യത്തിൽ പങ്കുകൊണ്ട ഒരാളും നയതന്ത്ര അലംഭാവം കൊണ്ട് രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോരാട്ടം നടത്തുന്നതെന്നും പറയുന്നുണ്ട് ഫൗണ്ടേഷൻ. നീതി തോന്നിയ പോലെ നടപ്പാക്കാനുള്ളതല്ല, അനിവാര്യമായും നടപ്പാക്കേണ്ട കാര്യമാണെന്നാണ് HRF സ്ഥാപകനും ചെയർമാനുമായ ദിയാബ് അബു ജഹിജ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സംരക്ഷിതരാണെന്ന പൊതുധാരണ തകർക്കുന്നതിൽ നിർണായകമായ ചുവടുവെപ്പാണ് പെറുവിന്റെ അന്വേഷണം. കുറ്റവാളികളായ സൈനികർ എവിടെയാണെങ്കിലും HRF നിയമ പോരാട്ടം തുടരും. ഫലസ്തീനിലും മറ്റെവിടെയും ശാശ്വതമായ സമാധാനവും മനുഷ്യാന്തസ്സും യാഥാർത്ഥ്യമാകണമെങ്കിൽ നീതി നടപ്പാക്കുക തന്നെ വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനീവ കൺവെൻഷനിലും റോം സ്റ്റാറ്റ്യൂട്ടിലും ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങളും പെറുവിന്റെ പാത പിന്തുടരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് HRF. ഗസ വംശഹത്യയിൽ പങ്കുള്ള വ്യക്തികൾ അവരുടെ രാജ്യാതിർത്തിയിൽ പ്രവേശിച്ചാൽ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നു.